ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് കണ്ണുകളും ഷെയ്ഡ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ മൂക്കിൻ്റെ ഭാഗമാണ് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ പറയുകയാണ്, കാരണം വീഡിയോസ് ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്. ഇതിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയി പോകുന്നത് വീഡിയോസ്. അതേപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കുറച്ച് ലേറ്റ് ആകുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ജോലി തിരക്കും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും മാത്രമാണ് അത് ഡിലേ ആകുന്നത്. മനഃപൂർവ്വം ഡിലേ ആക്കുന്നതല്ല. ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2H പെൻസിൽ വെച്ചിട്ട് മൂക്കിൻ്റെ ഈ ഭാഗത്തെ ഒരു ഔട്ട്ലൈൻസ് ഒന്ന് റീഫൈൻ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നോസിൻ്റെ ആ ഒരു ദ്വാരം, മൂക്കിൻ്റെ ആ ഒരു ദ്വാരം 8B പെൻസിൽ വെച്ചിട്ട് ഡാർക്കൻ ചെയ്യുകയാണ്. പെൻസിൽ നല്ല ഷാർപ്പായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഫേസിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഷാഡോസ് കൂടുതലാണ്. അതായത് ഫേസിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും അതേപോലെ മുകളിൽ നിന്നും ഫ്രണ്ടിലെ മുകളിൽ നിന്നുമാണ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഹൈലൈറ്റും ഷാഡോയും ആയിരിക്കും നമ്മുടെ റെഫറൻസിലുണ്ടാവുക. ഈ ഫ്രണ്ടിൽ നിന്നും അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ നിന്നും ഷാഡോ വരുന്നതുകൊണ്ടാണ് മൂക്കിൻ്റെ വലത് ഭാഗത്തും അതേപോലെ തന്നെ ഫ്രണ്ടിലെ ആ ഒരു ഹൈലൈറ്റ് ഒക്കെ വരുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ആ ഷാഡോസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നോക്കി വേണം വരയ്ക്കാൻ. നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പ്രീവിയസ് വീഡിയോസിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പോർഷൻസൊക്കെ കുറച്ച് സ്പീഡപ്പ് ചെയ്യുന്നത്. പെൻസിൽ നല്ല ഷാർപ്പാക്കിയിട്ട് വേണം വരയ്ക്കാൻ. അതാകുമ്പം നമുക്ക് വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഫിനിഷിങ് കിട്ടും. HP പെൻസിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ആദ്യം യൂസ് ചെയ്തത് 2H പെൻസിലാണ്. ഇപ്പോൾ HP പെൻസിൽ വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ആ ഷാഡോ വരുന്ന ഭാഗം ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഇച്ചിരി ഷാഡോ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഞാൻ ആ ഭാഗം നോർമൽ സ്പീഡിലാണ് കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നതെന്ന്. വളരെ ലെങ്തി ആയിട്ടുള്ള സ്ട്രോക്ക് അല്ല പെൻസിലുകളുടെ, വളരെ ചെറിയ സ്ട്രോക്കാണ്. അതേപോലെ തന്നെ ചെറുതായിട്ട് സർക്കുലർ മോഷനിലാണ് ഞാൻ പെൻസിൽസ് മൂവ് ചെയ്യുന്നത്.
നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും നോസിൻ്റെ ആ ഒരു ടിപ്പെന്ന് പറയുന്നത് അത് ഫ്രണ്ടിലേക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ടിപ്പിൽ വരുന്നൊരു ഹൈലൈറ്റ്, അതിന് ചുറ്റുമുള്ള ആ ഒരു ഷെയ്ഡിങ്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ ആ മൂക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് അവിടെ കിട്ടുകയില്ല. വളരെ ടൈം എടുത്ത് സാവധാനം ചെയ്യുക, റഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ആ പല ഗ്രേഡ്സ് മാറി മാറി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സ്പീഡിൽ ചെയ്യുമ്പോൾ ആ പെൻസിലിൻ്റെ സ്ട്രോക്സ് അതിൽ നിന്ന് മാഞ്ഞു പോകാതെ അല്ലെങ്കിൽ അത് പരസ്പരം ബ്ലെൻഡ് ആകാതെ അത് തെളിഞ്ഞു കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാവധാനം ഷെയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. ആ പേപ്പറിലെ ആ ഒരു വൈറ്റ് പോർഷൻസ് ഒന്നും തെളിഞ്ഞു കാണാത്ത രീതിയിൽ നമ്മൾ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വേണം ഷെയ്ഡ് ചെയ്യാൻ. ഇപ്പോൾ മൂക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു പോർഷനാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡിലുള്ളതിനേക്കാളും വാല്യൂസ് കുറവാണ്. അപ്പോൾ ലൈറ്റായിട്ട് വേണം ഷെയ്ഡ് ചെയ്യാൻ. ഞാൻ ആ മൂക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഹൈലൈറ്റ് പേപ്പറിൻ്റെ വൈറ്റായിട്ട് തന്നെ ലീവ് ചെയ്യുകയാണ്. അതിനുള്ളിലേക്ക് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നില്ല. ഞാൻ ആ നോസിൻ്റെ ടിപ്പിലുള്ള ഒരു ഹൈലൈറ്റ് അതിനുള്ളിലേക്ക് ഷെയ്ഡ് ചെയ്യാതെ ആ പേപ്പർ വൈറ്റായിട്ട് തന്നെ ലീവ് ചെയ്യുകയാണ്. പിന്നെ ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത് അത്രയും പോർഷൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഡാർക്ക് പോർഷൻ വരുന്ന ഭാഗമാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ലൈറ്റ് പ്രഷറിൽ ബ്ലെൻഡ് ചെയ്താൽ മതി. നമുക്ക് കൂടുതൽ ഓവറായിട്ട് പ്രഷർ അപ്ലൈ ചെയ്താൽ കൂടുതൽ ഡാർക്കായി പോലെ ഫ്ലാറ്റായി പോകാനുള്ള സാധ്യത ഉണ്ട്. ആ ഹൈലൈറ്റിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വരാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതേപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരിക്കലും ഫ്ലാറ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കരുത്. ഇച്ചിരി റൗണ്ട് ഷേപ്പായിട്ടുള്ള ഫിൽബർ ടൈപ്പ് ബ്രഷ് വേണം യൂസ് ചെയ്യാൻ. എന്നാലേ നമുക്ക് ഷാർപ്പായിട്ടുള്ള ലൈൻസ് വരാതെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് മൂക്കിൻ്റെ ആ ഒരു മധ്യഭാഗത്തായിട്ടാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. അപ്പം അവിടേക്ക് അധികം പ്രഷർ കൊടുക്കാതെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരിക. കൂടുതൽ വാല്യൂസ് ഷാഡോ വരുന്നിടത്ത് കൂടുതൽ ഡാർക്കായിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യത്തെ ലെയർ ആഡ് ചെയ്യുന്ന സമയത്ത് കണ്ടമാനം പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ലെയർ ചെയ്യരുത്. അത് പിന്നീട് ആഡ് ചെയ്യുന്ന ലെയേഴ്സിനെ അത് വളരെ മോശമായിട്ട് അത് ബാധിക്കും.
മൂക്കിൻ്റെ ഇപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലോട്ട് കുഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്കാക്കി കൊടുത്ത് ഷെയ്ഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. വീണ്ടും ഞാനൊരു ബ്രഷ് വെച്ച് രണ്ട് സൈഡും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 2B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗവും ഈ സൈഡൊക്കെ ഒന്നുകൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്യണം. കുറച്ചുകൂടെ വാല്യൂസ് ആഡ് ചെയ്യണം ആ ഒരു ഡാർക്ക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മൂക്കിൻ്റെ ഈ താഴ്ഭാഗവും അതേപോലെ തന്നെ സൈഡും ഒക്കെ നല്ല ഡാർക്കാണ്. അതേപോലെ തന്നെ മൂക്കിൻ്റെ ആ ഒരു ഓപ്പണിങ്, ആ ഒരു ദ്വാരത്തിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ആ ഒരു സൈഡിൽ ഈ താഴെ നിന്നുള്ള ലൈറ്റ് ബൗൺസ് ബാക്ക് ചെയ്തിട്ട് ഇവിടെ ചെറുത് ആ ഒരു എഡ്ജൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാം. അത് നിങ്ങൾ പിന്നീട് ഒരു ടോംബോ 0 റൈസർ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ റൈസർ വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ആ നോസിൻ്റെ ടിപ്പിലെ ആ ഒരു ഹൈലൈറ്റ് ഒന്നുകൂടെ ഒന്ന് നല്ലതാക്കി എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ആ നോസിൻ്റെ സെൻറ്റർ ഭാഗത്തും അതേപോലെ തന്നെ ഹൈലൈറ്റ് ഉണ്ട്. അതും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് ആ ഒരു ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ റെഫറൻസ് ഒബ്സർവ് ചെയ്യുക. എവിടെയൊക്കെ ഇതേപോലത്തെ വളരെ ചെറിയ ഹൈലൈറ്റ്സ് വരുന്നുണ്ട് അതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഇതേപോലെയുള്ള ഇറേസർ യൂസ് ചെയ്ത് ആ ഹൈലൈറ്റ് പിക്ക് ചെയ്യുക.
പിന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് വളരെ ജെൻറ്റിലായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ടച്ച് ചെയ്യുക. കാരണം ഭയങ്കര ഒരു വൈറ്റ് ലൈൻ അവിടെ തെളിഞ്ഞു കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ.